Greetings to you all in the mighty and precious name of Jesus Christ. വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്നേഹവന്ദനം ചെയ്യുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് മേ ബി ഒരു 2 months ബിഫോർ ഹെസ്കേലിൻ്റെ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വളരെ കാലങ്ങൾ കൊണ്ട് ഈ ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനം ഐ ബിൻ ഹിയറിങ് അബൌട്ട് ഇറ്റ്. വളരെ എത്രയോ വർഷങ്ങളായിട്ട് ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനം, കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള പ്രവചനം അനേകർ പ്രസംഗിക്കുന്നതും ഒക്കെ ഞാൻ കേട്ടു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ around 2 months ബിഫോർ വാട്ട് വിൽ ഹാപ്പൻ ടു ഇസ്രായേൽ, ഇസ്രായേലിൽ എന്ത് സംഭവിക്കും, വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ടു ഇസ്രായേൽ എന്നുള്ളത് എഹെസ്കേലിൻ്റെ പ്രവചനത്തിൽ കൂടെ വ്യക്തമായി എന്നോട് സംസാരിച്ചതിൻ്റെ ബേസിസിലാണ് ഈ വചനം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത്തി തളിർത്തു ഉള്ള പുതിയ നിയമത്തിലെ ദൈവത്തിൻ്റെ വചനം ഇസ്രായേൽ, ദ കൺട്രി ഓഫ് ഇസ്രായേൽ ഹാഡ് ഇറ്റ്സ് ഒറിജിൻ ഇൻ 1948. 48 ഇസ്രായേൽ ഫോം ചെയ്തപ്പോൾ മുതൽ ഇറ്റ് ഈസ് കർത്താവ് വരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ തുടങ്ങിയതാണ്. ബട്ട് ഇറ്റ് സർപ്രൈസ് മീ. ദൈവസ്നേഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ തേജസ്സിൻ്റെ മർമ്മം വെളിപ്പെടുത്തി തന്ന ആ മഹത്വത്തിനായിട്ട്, ദൈവിക മഹത്വത്തിനായിട്ട് ഞാൻ ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുക. വാട്ട് വിൽ ഹാപ്പൻ ടു ഇസ്രായേൽ? ഇസ്രായേലിൽ എന്ത് സംഭവിക്കും? ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണ്. അവരനുസരണക്കേട് കാണിച്ചു ആൻഡ് ദേ ഹാവ് ബിൻ ലാസ്റ്റ്. അത് എഹെസ്കേൽ 36-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനത്തിൻ്റെ ആധാരം. ഈ മെസ്സേജിൻ്റെ ആധാരം എഹെസ്കേൽ chapter 36 verses 16 to 38. ഞാനത് വളരെ വേഗത്തിൽ വായിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ ദേശത്ത് പാർത്തിരുന്നപ്പോൾ അവർ അതിനെ തങ്ങളുടെ നടപ്പ് കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മലിനമാക്കി. എൻ്റെ മുമ്പാകെ അവരുടെ നടപ്പ് ഈ ഋതുവായ ഒരു സ്ത്രീയുടെ മാലിന്യം പോലെയായിരുന്നു. അവർ ദേശത്ത് ചൊരിഞ്ഞ രക്തം നിമിത്തവും അതിനെ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട് മലിനമാക്കിയത് നിമിത്തവും ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്നു. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു, അവർ ദേശങ്ങളിൽ ചിതറിപ്പോയി. ശ്രദ്ധിച്ചോളണം, ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു, അവർ ദേശങ്ങളിൽ ചിതറിപ്പോയി. ദേ വർ സ്കാറ്റേർഡ് റൈറ്റ് ത്രൂ ഔട്ട്. അവരുടെ നടപ്പിനും പ്രവൃത്തികൾക്കും തക്കവണ്ണം ഞാൻ അവരെ ന്യായം വിധിച്ചു. അവർ ജാതികളുടെ ഇടയിൽ ചെന്ന് ചേർന്നപ്പോൾ ഇവർ യഹോവയുടെ ജനം, അവൻ്റെ ദേശം വിട്ടുപോകേണ്ടി വന്നവർ എന്ന് അവർ അവരെക്കുറിച്ച് പറയുമാറാക്കിയതിനാൽ അവർ എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കി. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് ഗോഡ് ഹാസ് അപ്പോയിൻറ്റഡ് ഒരു പ്രോമിസ്ഡ് ലാൻഡ് വാസ് അലോട്ടഡ് ആൻഡ് ഇയർ മാർക്ക് ടു ദം. അബ്രഹാമിന് കൊടുത്ത വാക്തത്വ പ്രകാരം എ പ്രോമിസ്ഡ് ലാൻഡ്, ഇറ്റ് വാസ് വെരി ക്ലിയർലി ബൗണ്ടറീസ് എല്ലാം ഇയർ മാർക്ക് ദം ആൻഡ് ഇറ്റ് വാസ് ഗിവൺ ടു ദം. ഇൻഫാക്ട് അബ്രഹാമിനോട് നീ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കി കാണുന്നത് മുഴുവൻ നിൻ്റെയാണെന്ന് പറഞ്ഞാണ് ആ വാക്തത്വം അബ്രഹാമിന് കൊടുക്കുന്നത്. ഫൈനലി ദാവീദ് മഹാരാജാവും ശലോമോൻ മഹാരാജാവും ദൈവത്തിൻ്റെ ദേവാലയം, യെരൂശലേം ദേവാലയം പണിഞ്ഞ് അതിൻ്റെ ആ ഒറിജിനൽ ഇസ്രായേൽ, ഇറ്റ് വാസ് ക്ലിയർലി ഇയർ മാർക്ക്ഡ് ഓർ ഡിമാർക്കേറ്റഡ്. എന്നാൽ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ മറന്നു കളഞ്ഞപ്പോൾ അവരെ ചിതറിച്ചു കളഞ്ഞു കർത്താവ്. സർവശക്തനായ ദൈവം ഇസ്രായേൽ ജാതിയെ ചിതറിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഈ വചനത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇവർ യഹോവയുടെ ജനം, അവൻ്റെ ദേശം വിട്ടുപോകേണ്ടി വന്നവരെന്ന് അവർ അവരെക്കുറിച്ച് പറയുമാറാക്കിയതിനാൽ അവർ എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കി. എങ്കിലും ദൈവത്തിൻ്റെ ജനം തന്നെയാണ്. എൻ്റെ മകൻ തന്നെയാണ്. അവൻ്റെ പ്രവൃത്തികൾ നിമിത്തം എത്ര മോശമായാലും എൻ്റെ മകൾ തന്നെയാണ്. അവരുടെ പ്രവൃത്തി എത്ര മോശമാക്കിയാലും ആ വാഗ്ദത്തം, ആ അവകാശം, സൺഷിപ്പ് കനോട്ട് ബി എറേസ്ഡ്. അതെൻ്റെ മക്കൾ തന്നെയാണ്. ഇസ്രായേൽ ജനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ, ദൈവത്തിൻ്റെ സ്വന്തം ജനം തന്നെയാണ്. എൻ്റെ വിശുദ്ധ നാമത്തെ അവർ ജാതികളുടെ ഇടയിൽ ചേർന്ന്, ഇസ്രായേൽ ഗൃഹം ചെന്ന് ചേർന്ന് ജാതികളുടെ ഇടയിൽ അശുദ്ധമാക്കി എൻ്റെ വിശുദ്ധ നാമത്തെക്കുറിച്ച് എനിക്ക് അയ്യോഭാവം തോന്നി. അതുകൊണ്ട് നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, പ്രവചനം ആരംഭിക്കുകയാണ്.
ദൈവം തൻ്റെ ദാസനായ ഹെസ്കേൽ പ്രവാചകനിൽ കൂടി ഈ ഇസ്രായേൽ ജനത്തോട് വിളിച്ചു പറയുകയാണ്. ദിസ് മെസ്സേജ് ഈസ് ഹിയർ ഫോർ ദ മോർ ദാൻ 2000 years. ഈ മെസ്സേജ് കിടക്കുകയാണ്. ഈ പ്രവചനം ഈ മോർ ദാൻ 2000 years വചനത്തിൽ കൂടെ രേഖപ്പെടുത്തിയ ഈ പ്രവചനം ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് ഇറ്റ് ഈസ് ഈവൻ നൗ. 2000 വർഷങ്ങൾക്ക് ശേഷം ആമേൻ, കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മകനായ എനിക്കിത് വെളിപ്പെടുത്തി തരുവാൻ തോന്നിയത് കൊണ്ട് ഞാനിത് നിങ്ങൾക്ക് ഈ പ്രവചനം നിങ്ങൾക്ക് വെളിപ്പെടുത്തി. ഐ എം ഷെയറിങ് ദിസ് പ്രൊഫസി വിത്ത് യു because he has revealed the mystery of Israel through this word. നീ ഇസ്രായേൽ, അതുകൊണ്ട് എഹെസ്കേൽ പ്രവാചകനോട് പറയുക, നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്. ഇനി ഈ ബാക്കിയുള്ള വചനങ്ങൾ ഞാൻ വായിക്കുന്നത് ഇത് അമ്മയുടെ മുലപ്പാൽ പോലെ മനസ്സിലാകാവുന്ന കാര്യങ്ങളാണ്. അത് വെളിപ്പെടുത്തി കിട്ടിയാൽ മാത്രമേ വി വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഇഫ് ഇറ്റ് ഇസ് നോട്ട് റിവീൽഡ് ഇറ്റ് ഓൾവേസ് വിൽ റിമൈൻ എസ് എ ഹിഡൻ മന്നയായിട്ട്, മറിഞ്ഞിരിക്കുന്ന മന്നയായിട്ടാണ് ഈ വചനം വെളിപ്പെടുത്തി കിട്ടാത്തിടത്തോളം കാലം ഓരോ മനുഷ്യനും ഹൂവർ ബിലീവ്സ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ആ വചനം വെളിപ്പെട്ട് കിടക്കുമ്പോഴാണ് ഇത് നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനമായിട്ട്, കർത്താവിൻ്റെ വചനമായിട്ട് നമുക്കിത് വെളിപ്പെടുത്തി കിട്ടുന്നത്. അതുകൊണ്ട് നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നിമിത്തമല്ല, നിങ്ങൾ ചെന്ന് ചാർന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്ന എൻ്റെ വിശുദ്ധ നാമം നിമിത്തമത്രേ ഞാനിത് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ജനത്തോട് പറയണം, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കൊണ്ടോ ഒന്നുമല്ല ഞാനിത് ചെയ്യുന്നത്. എൻ്റെ നാമം, നിങ്ങൾ എൻ്റെ ജനമാണ്, എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ അശുദ്ധമായി തീർന്നതിനാൽ ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോവുകയാണ്. എൻ്റെ വിശുദ്ധ നാമം നിമിത്തം അത്രേ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയതായി അവരുടെ ഇടയിൽ അശുദ്ധമായി പോയിരിക്കുന്ന എൻ്റെ മഹത്തായ നാമത്തെ ഞാൻ വിശുദ്ധീകരിക്കും. ദൈവത്തിൻ്റെ നാമത്തെ അവൻ വിശുദ്ധീകരിക്കും. സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെ നാമത്തെ സർവശക്തനായ ദൈവം വിശുദ്ധീകരിക്കും. ജാതികൾ കാണുകെ ഞാൻ എന്നെ തന്നെ നിങ്ങളിൽ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങളുടെ ഇടയിൽ ഇസ്രായേൽ എന്ന എൻ്റെ സ്വന്തം ജനത്തിൻ്റെ ഇടയിൽ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ, പ്രവചനങ്ങളിൽ യെശയ്യാവിൽ പറഞ്ഞിരിക്കുകയാണ്, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ്, യാക്കോബിൻ്റെ വല്ലഭൻ നിൻ്റെ വീണ്ടെടുപ്പുകാരനാണെന്ന് സകല ജഡവും അറിയും. നീയും മാത്രമല്ല, സകല ജഡവും അറിയും. മകനെ, മകളെ, സർവശക്തനായ ദൈവം കർത്താവായ യേശു ക്രിസ്തു നിൻ്റെ വീണ്ടെടുപ്പുകാരനെന്ന് നിൻ്റെ ജീവിതത്തിൽ അവനെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ ഒന്ന് നീ അറിയും, രണ്ട് സകല ജഡവും അറിയും. ഇത് ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, എൻ്റെ നാമം നിങ്ങൾ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ അശുദ്ധമാക്കിയ ആ ജാതികൾ അറിയാൻ പോകുക എൻ്റെ നാമത്തെക്കുറിച്ച്. ദാറ്റ് മീൻസ് ഇസ്രായേൽ ഇപ്പോൾ ഒരു ശ്രീ അത്തിതളിർത്തു. ഇസ്രായേൽ 1948 ഒരു രാഷ്ട്രമായിട്ട് ഫോം ചെയ്തു. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ ഒറിജിനൽ ഇസ്രായേൽ. അപ്പം അവരുടെ ചുറ്റും ജാതികളാണ്. ദ എൻറ്റയർ പീപ്പിൾ സറൗണ്ടിങ്, കൺട്രി സറൗണ്ടിങ് ദാറ്റ് അവരുടെ നാശം ആഗ്രഹിച്ച് കഴിയുന്ന ജാതികളാണ്. അവരറിയാൻ പോവുകയാണ് ഇവരെൻ്റെ ജാതിയാണെന്നുള്ളത്. നിങ്ങൾ ഇടയിൽ അശുദ്ധ എൻ്റെ മഹത്തായ നാമത്തെ ഞാൻ വിശുദ്ധീകരിക്കും. ജാതികൾ കാണുക ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശങ്ങളിലേക്ക് വരുത്തും. ഈ സ്വന്തം ദേശത്തേക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഈ സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഒരു സംശയവും വേണ്ട, അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതലായിട്ടത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലായിത്തീരും. വെള്ളത്തിൻ്റെ സാങ്ക്ടിറ്റി അവിടെ വരിക, നിർമ്മല ജലം തളിക്കും. സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, ജലം, രക്തം, ആത്മാവ്. ഈ മൂവരുടെയും സാക്ഷ്യം ഒന്ന് തന്നെയെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും ജനിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് 3 പേർ സാക്ഷ്യം പറയണം. നമ്പർ 1 ജലം, 2 രക്തം, 3 ആത്മാവ്. ജലം, കർത്താവിൻ്റെ രക്തം, ആത്മാവ്, ഈ 3 പേര് നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയണം. ഈ മൂവരുടെയും സാക്ഷ്യം ഒന്ന് തന്നെ. അതുകൊണ്ട് ഈ കൂട്ടിച്ചേർത്ത ഇസ്രായേലിനെ അവരുടെ മേൽ അവൻ നിർമ്മല ജലം തളിക്കാൻ പോവുകയാണ്. ജലം അവരെക്കുറിച്ച് സാക്ഷ്യം പറയും. ജലം അവരെക്കുറിച്ച് സാക്ഷ്യം പറയും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലായിത്തീരും. മാനസാന്തര സ്നാനം അവർ ഏറ്റെടുക്കും, അവർ നിർമ്മലായിത്തീരും.
ഞാൻ നിങ്ങളുടെ സകല മലിനതയും നീക്കി സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഹി ഈസ് ഗോയിങ് ടു സാങ്ക്ടിഫൈ ദം. നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. പുതിയ ആത്മാവിനെ, ജലം, രക്തം, ആത്മാവ്, ഇത് മൂന്ന് പേരും ഇനിയും നമ്മൾ കാണാൻ പോകുന്ന ഇസ്രായേലിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു ഉണർവിൻ്റെ, വലിയൊരു വിടുതലിൻ്റെ, വലിയൊരു രക്ഷയുടെ അനുഭവത്തെക്കുറിച്ചാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്ന ഈ പ്രവചനം സത്യമാകാൻ പോകുന്നത്. ആ നിർമ്മല ജലം സാക്ഷ്യം പറഞ്ഞ ആ വ്യക്തിയുടെ മേൽ, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച യഹൂദന്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകരപ്പെടും. The Holy Spirit will anoint them. ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ചനുഷ്ഠിക്കും. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ ഈ യഹൂദൻ അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ, ആമേൻ, അവരുടെ പഴയ ജീവിതങ്ങൾ മറക്കും. അവർ ദൈവത്തിൻ്റെ ചട്ടങ്ങളിലും കൽപ്പനകളും ന്യായപ്രമാണങ്ങളും അവർ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പുതിയ ഹൃദയം, പുതിയ ആത്മാവിനെ, പുതിയ മനുഷ്യനെ അവർ ധരിക്കും. നമ്മുടെ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പുതിയ മനുഷ്യനെ അവർ ധരിക്കും. അവർ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവർ പുതിയ മനുഷ്യനെ ധരിച്ച്, ആമേൻ, അവർ ആ പുതിയ ആത്മാവിനെ ധരിക്കും. ആമേൻ. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലായി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. ശ്രദ്ധിച്ചു കൊള്ളണം. ഞാൻ നിങ്ങളുടെ പിതാക്കൻ, ദ ഒറിജിനൽ ലാൻഡ് which I was given to King David and Solomon. ശ്രദ്ധിച്ചുകൊള്ളുക. The original land which their father and God in heaven has given to King David and Solomon. Original Israel. വർഷങ്ങൾക്ക് മുമ്പ് ശലോമോൻ രാജാവ് പണിത യെരുശലേം ദേവാലയത്തെ, അതിന് ഈ യെരുശലേം ദേവാലയത്തിനൊക്കെ ചുറ്റും 14 കിലോമീറ്ററോ 7 കിലോമീറ്ററോ, ഇറ്റ്സ് വെരി ക്ലിയർലി റിട്ടൺ ഇൻ ദ ഹെസ്കേൽ, ദ പ്രൊഫസി, ദ ബുക്ക് ഓഫ് ഹെസ്കേൽ. കാരണം അവിടെ പുരോഹിതന്മാർ താമസിക്കുന്നതിന് ഇത്ര കിലോമീറ്റർ വേണം. ദൈവത്തിൻ്റെ ജനം അതിനപ്പുറത്താണ്, ദേവാലയത്തിനടുത്താണ് പുരോഹിതന്മാർ താമസിക്കേണ്ടത്. ഇതെല്ലാം ഇറ്റ്സ് വെരി ക്ലിയർലി റിട്ടൺ ദെയർ. അപ്പോൾ വാട്ട് എവർ റിട്ടൺ ഇൻ ദ ബൈബിൾ, വാട്ട് എവർ ഗിവൺ ടു ദം, വാഗ്ദത്ത ദേശമായി സ്വർഗത്തിലെ ദൈവം അവരുടെ അപ്പൻ അവർക്ക് കൊടുത്ത അവകാശത്തെ ദേശത്ത്, ഞാൻ പറയാം, ഇഞ്ച് അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മില്ലിമീറ്റർ വെച്ചിട്ട് ആ എൻ്റയർ ലാൻഡ് ഇസ് ഗോയിങ് ടു കം ടു ഇസ്രായേൽ. ആ പിതാക്കന്മാർക്ക് അവർ അവകാശമായി കൊടുത്ത ദേശത്ത് ദൈവത്തിൻ്റെ ജനം പാർക്കാൻ പോവുക. ഇസ്രായേൽ ജനം പാർക്കാൻ പോവുക. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഇനിയും കീഴോട്ട് പറയുന്ന വാക്കുകൾ നിങ്ങൾ വായിക്കുക. ഇത് ഇസ്രായേൽ എന്ന യഹൂദൻ്റെ മേൽ, ഇസ്രായേൽ ജാതിയുടെ മേൽ, യഹൂദൻ്റെ മേൽ വെളിപ്പെടാൻ പോകുന്ന പ്രവചനം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, thousands and thousands of years. ഈ പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല പ്രിയ ദൈവത്തിൻ്റെ മക്കളെ. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്നവരെ, ഈ പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ദിസ് ഇസ് എ പ്രോഫസി which is going to be fulfilled. ഇനി സംഭവിക്കാൻ പോകുന്ന കേട്ടോണം. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൻ്റെ നിന്ന അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിൻ്റെ വിളവും വർദ്ധിപ്പിക്കും. ഇതിനകത്തിൽ എല്ലാ പ്രൊവിഷൻസുമാണ്. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് നോട്ട് ഓൺലി ദ അഗ്രികൾച്ചർ ലാൻഡ്. In whatever activities they are involved, it's going to multiply. It's going to multiply beyond the imagination of the people in the world around them. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് ചുറ്റും താമസിക്കുന്ന the whole nations will marvel how this is becoming possible to the people of Israel. അപ്പോൾ
നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ ആകൃത്യങ്ങൾ നിമിത്തവും മ്ലേച്ഛതകൾ നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. അപ്പം അവർ ചെയ്തു പോയ സകല അകൃത്യങ്ങളെയും പാവങ്ങളെയും ഓർത്ത് അവർ ഏറ്റുപറയും. അവർക്ക് അവരോട് തന്നെ വിഷമം തോന്നും. ദൈവമേ, ഞങ്ങൾ ഈ അനുഗ്രഹത്തിൽ നിന്ന് ഇത്രയും കാലം മാറ്റപ്പെട്ടു നിന്നല്ലോ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവർ നിലവിളിക്കും. നിങ്ങളുടെ നിമിത്തമല്ല ഞാൻ ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമായിരിക്കട്ടെ എന്ന് യഹോവയായ കർത്താവ് അരുളിച്ചെയ്യുന്നു. എന്നിട്ട് കർത്താവോട് എടുത്തെടുത്ത് പറയുക, ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് യു. എൻ്റെ നാമം നിമിത്തം, ഞാനാകുന്നവൻ ഞാനാകുന്നു, എൻ്റെ നാമം നിമിത്തമാണ് ഇത് ഞാൻ നിങ്ങളോട് ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ എന്ന് പറയുന്നു. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നടപ്പ് നിമിത്തം ലജ്ജിച്ച് നാണിപ്പീൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളെയൊക്കെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും, ശൂന്യ സ്ഥലങ്ങളെ പണിയും. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇസ്രായേൽ ഈസ് ഗോയിങ് ടു വിറ്റ്നസ് എ ഹ്യൂജ് ആക്ടിവിറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണാൻ പോകുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ ഇസ്രായേലല്ല, ഒറിജിനൽ അവരുടെ പിതാക്കന്മാർ ദാവീദും ശലോമോനും അവർക്ക് കൊടുത്ത ആ ദേശം അവർ അവകാശമാക്കുകയും അത് മുഴുവൻ പണിയപ്പെടാൻ തുടങ്ങും. അവർ പണിയും ആസ് പെർ ദ റിട്ടൺ ലോസ്. ഈ എസ്കേൽ പ്രവചനത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇറ്റ്സ് വെരി ക്ലിയർലി റിട്ടൺ. ഇസ്രായേൽ എന്ന ദേശത്ത് യെരൂശലേം ദേവാലയം അതിന് ചുറ്റുമുള്ള വിസ്തൃതികളെല്ലാം ഇറ്റ് ഈസ് വെരി ക്ലിയർലി റിട്ടൺ. ആസ് പെർ ദ വേർഡ് ഓഫ് ഗോഡ് ദേ വിൽ അക്കംപ്ലിഷ്, ദേ വിൽ ഫുൾഫിൽ ദാറ്റ്. ശൂന്യ സ്ഥലങ്ങളെ മുഴുവൻ അവർ പണിയും. ഇപ്പോൾ അവരുടെ ഒറിജിനൽ ദേശമായിരിക്കുന്നതിനെ മുഴുവൻ അവർ കൈവശമാക്കും. ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. വഴി പോകുന്ന ഏവരുടെയും ശൂന്യ സ്ഥലങ്ങളെയും പണിയും. വഴി പോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷി നടക്കും. ആ കൃഷി ഞാൻ വിചാരിക്കുന്ന അഗ്രികൾച്ചറും മാത്രമല്ല, ഇറ്റ് ക്യാൻ ഇൻവോൾവ് എനിത്തിങ് ഇൻക്ലൂഡിങ് ദ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ്. ഈ മനുഷ്യന് ദൈവം അനുവദിച്ചിട്ടാണല്ലോ മനുഷ്യൻ്റെ ഇൻവെൻഷൻസ്, ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നത്. ദൈവം അനുവദിക്കാതെ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ദൈവം അനുവദിക്കാതെ ശാസ്ത്രത്തിന് പുരോഗതി ഇല്ലല്ലോ. അതുകൊണ്ട് ദൈവം അനുവദിച്ച സകല മേഖലകളിലും ഈ ഇസ്രായേൽ ജാതി ഈസ് ഗോയിങ് ടു ബി നമ്പർ 1. വഴി പോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷി നടക്കും. ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദൻ തോട്ടം പോലെ ആയി തീർന്നുവല്ലോ. ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് ദ ഗാർഡൻ ഓഫ് ഏഡൻ. ഞാൻ എൻ്റെ പഴയ വീഡിയോകളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡിഡ് ഗോഡ് ക്രിയേറ്റ് മാൻ ടു ഡൈ എന്ന് എൻ്റെ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. നോ, ഹി വാസ് ക്രിയേറ്റഡ് ടു ബി വിത്ത് ഹിം ടിൽ ഇറ്റേണിറ്റി. മരിക്കാനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് മാത്രമല്ല, എവറിത്തിങ് വാസ് പ്രിപ്പയർഡ് ഫോർ ദം. ഡിഡ് ഗോഡ് ക്രിയേറ്റ് മാൻ ടു ഡൈ എന്നുള്ള എൻ്റെ വീഡിയോയിൽ അത് കിടപ്പുണ്ട്. എവറിത്തിങ് വാസ് പ്രിപ്പയർഡ്. നമുക്ക് അധ്വാനിക്കുകയോ നമ്മുടെ നെറ്റിയിലെ വേർപ്പ് പൊടിയോ ഒന്നും വേണ്ട. എവറിത്തിങ് വാസ് പ്രിപ്പയർഡ് ഫോർ യു. യു ജസ്റ്റ് ഗോ, ടേക്ക് ഇറ്റ് ആൻഡ് എൻജോയ് ഇറ്റ്. ആ ഒരവസ്ഥയിലായിരുന്നു ഏദൻ തോട്ടത്തിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. ആ അവസ്ഥയിലേക്ക് ഇസ്രായേലിനെ അവരുടെ ദൈവം കൊണ്ടുവരാൻ പോവുക. ക്യാൻ യു ബിലീവ് ദിസ്? യു ഹാവ് ടു ബിലീവ്, ബിക്കോസ് ദിസ് ഇസ് ദ റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്. ഞാനിത് ഡിഡ് ഗോഡ് ക്രിയേറ്റ് മാൻ ടു ഡൈ എന്നുള്ള എൻ്റെ ആ എൻ്റെ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് നീ ആരാണ്, നീ മരണത്തെ ജയിച്ചിരിക്കുന്നു ക്രിസ്തുവിലെന്നും, നിനക്ക് ഏദൻ തോട്ടത്തിൻ്റെ അനുഭവമാണെന്നും, നിനക്ക് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവമാണെന്നും, ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലുമെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഏദൻ തോട്ടത്തിൻ്റെ അനുഭവം, ബിക്കോസ് എവറിത്തിങ് വാസ് പ്രിപ്പയർഡ് ഫോർ യു ബൈ ഹിം, യുവർ ക്രിയേറ്റർ, യുവർ ഫാദർ ആൻഡ് ഗോഡ് ഇൻ ഹെവൻ. അതേ അവസ്ഥയിലേക്ക് ഇസ്രായേലിനെ റിസ്റ്റോർ ചെയ്യാൻ പോവുക. ഇത് മറ്റുള്ള ജാതികൾ കാണുമെന്ന്, അവിടെ ഒരു കുറവും സംഭവിക്കുകയില്ലെന്ന്. ക്യാൻ യു ബിലീവ്? ഏതാണ്ട് എത്ര 7 സിറിയ, ഇറാൻ, ലെബനൻ, പിന്നെ ഹിസ്ബുള്ള, ഇറാഖ്, ഐ ഡോണ്ട് നോ, ഓൾ കൺട്രീസിന് അഗൻസ്റ്റ് ആയിട്ട് അവർ പോർമുഖം, വാർ ഫ്രണ്ട്സ് അവർ ഓപ്പൺ ചെയ്തിട്ട് ദ ഡിസ്ട്രോയിഡ് എവരിതിങ്. അവരുടെ കേപ്പബിലിറ്റിയോട്ട് കോമ്പീറ്റ് ചെയ്യാൻ നോബഡി ഈസ് ദെയർ ഈവൻ നൗ. ഇതൊന്നുമല്ല, ഇതിലും വലുതാണ് സംഭവിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ. Because they are the people of his eye. അവർ ഇസ്രായേൽ ജനം അവൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാ. ഈസ് ഗോയിങ് ടു ബ്ലസ് ദം. അവർ ഏദൻ തോട്ടം പോലെ ആകാൻ തുടങ്ങുകയാണ്. ഏദൻ തോട്ടം പോലെ അവർ ആകാൻ പോവുകയാണ്. പാഴും ശൂന്യമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ
ശൂന്യമായ ദേശം ഏദൻ തോട്ടം പോലെ ആയിത്തീർന്നുവല്ലോ. പാഴും ശൂന്യമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും ഉള്ളവ ആയിത്തീർന്നുവല്ലോ എന്ന് അവർ പറയും. ഈ കാണുന്നവർ പറയും, ഇതെന്തോന്ന്, വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ, ഹൗ ദിസ് ക്യാൻ ഹാപ്പൻ? കേരളത്തിൻ്റെ 4/1 വിസ്തൃതിയുള്ള ഒരു രാജ്യമാണ് 7 യുദ്ധമുഖങ്ങൾ തുറന്ന് അറ്റാക്ക് ചെയ്ത് ജയിച്ചിരിക്കുന്നത്. ഇത് ഏദൻ തോട്ടം പോലെ ആകാൻ പോവുക ഈ പ്രദേശം. ഞാൻ ഇടിഞ്ഞു കിടന്ന പട്ടണങ്ങളെ ഞാൻ ശൂന്യപ്രദേശം നടുതല്ലോ. ഞാൻ ഏതെന്നോട്ടെ പാഴും ശൂന്യമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും ഉള്ളവായി തീർന്നുവല്ലോ എന്നവർ പറയും. ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങളെ യഹോവയായി ഞാൻ പണിതു, ശൂന്യപ്രദേശം നടുതല വെച്ചുണ്ടാക്കിയെന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികളെന്നറിയും. ദ ഹോൾ കൺട്രീസ് ബൗണ്ടിങ് ദ കൺട്രി ഓഫ് ഇസ്രായേൽ, ദ ലാൻഡ് ഓഫ് ഇസ്രായേൽ, ആൻഡ് ദ ഹോൾ വേൾഡ് ഇസ് ഗോയിങ് ടു നോ അബൌട്ട് ദിസ്. ഈ പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടേ പറ്റുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. ഈ ദൈവത്തിൻ്റെ പ്രവചനം എഹെസ്കേൽ പ്രവചനത്തിൽ കൂടെ എഹെസ്കേലിൽ കൂടെ ദൈവത്തിൻ്റെ ദാസൻ കൂടെ പ്രവചിക്കുന്ന ഈ പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടേ പറ്റുകയുള്ളൂ പ്രിയ ദൈവമക്കളെ. ഇടിഞ്ഞിടുന്ന പട്ടണ എന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിക്കും ജാതികൾ അന്നറിയും, യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു. ഇത് മാറ്റം വരുത്താൻ പറ്റുമോ? ക്യാൻ യു ബിലീവ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഇറ്റ് ഹാസ് ടു ഹാപ്പൻ? സർവശക്തനായ ദൈവം അരുളി ചെയ്തിരിക്കുന്നെന്ന്. God has commanded it. ദൈവത്തിൻ്റെ വചനം അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ പറയുന്നതല്ല, സർവശക്തനായ ദൈവം തൻ്റെ ദാസനിൽ കൂടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിക്കുന്ന പ്രവചനം ഒരു പക്ഷേ ഈ കൺസ്ട്രക്ഷനും ഈ വീണ്ടെടുപ്പും എല്ലാം മേ ടേക്ക് ടൈം. ഐ ഡോണ്ട് നോ, അതിലേക്ക് ഞാൻ വരാം. യഹോവയെ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. വാട്ട് മോർ യു നീഡ്? വാട്ട് മോർ യു നീഡ്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമുക്ക് മറയ്ക്കപ്പെട്ട് കിടന്നിരുന്നതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നൗ, ഇന്ന് നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ മെരീബയിലെ പോലെയും മെസ്സാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഈ വചനം നിങ്ങളിന്ന് കേട്ടിരിക്കുക. എന്താ എഴുതിയിരിക്കുന്നത്? യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ഹി ഈസ് ഗോയിങ് ടു ഫുൾഫിൽ ഇറ്റ്. ഇസ്രായേൽ ജനത്തെ റിസ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. ഹി ഈസ് ഗോയിങ് ടു റിസ്റ്റോർ ദെയർ ചിൽഡ്രൻ ആസ് എ കൺട്രി. ഒരു രാജ്യം എന്നുള്ള നിലയിൽ സർവശക്തനായ ദൈവം ഇസ്രായേലിനെ റിസ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. യഹോവ കർത്താവ് പ്രകാരം ചെയ്യും. ഇസ്രായേൽ ഗ്രഹം എന്നോട് അപേക്ഷിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ചെയ്യും. ഞാൻ അവർക്ക് ആളുകളെ ആട്ടിൻകൂട്ടത്തെ പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കും. അവർക്ക് ഏതാളുകളെ? ദാസന്മാരല്ല, ഇസ്രായേൽ ജനം വർദ്ധിക്കാൻ തുടങ്ങുമെന്ന്. എപ്പോൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾ വർദ്ധിച്ചത്? ക്യാൻ യു ബിലീവ് ദിസ്? ജനത്തെ അവർക്ക് ഞാൻ അവർക്ക് ആളുകളെ ആട്ടിൻകൂട്ടത്തെ പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കും. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ, ഉത്സവങ്ങളിൽ യെരൂശലേമിലെ ആട്ടിൻകൂട്ടം പോലെ തന്നെ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും. ഞാൻ യഹോവ എന്നറിയും. നിങ്ങൾക്കറിയാമോ, ഇതുപോലൊരു വർധന നടന്നു. ഇതുപോലൊരു വർധന നടന്നപ്പോൾ ഒരു രാജ്യം ഞെട്ടിപ്പോയി. അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ആരാണെന്നറിയാമോ? ഫറവോൻ. ഇസ്രായേലിലെ സ്ത്രീകൾ നല്ല ധറമുള്ള സ്ത്രീകളായിരുന്നു. അവർ പടപട പ്രസവിച്ചിട്ടു. ഈ വയറ്റാട്ടി ചെല്ലുന്നതിന് മുമ്പേ അവർ പ്രസവിച്ചിട്ടു. വയറ്റാട്ടിക്ക് കുഞ്ഞുങ്ങളെ പോലും കാണാൻ പറ്റിയില്ല. And they multiplied and multiplied and finally അവർ ചില വെട്ടിക്കുളി പോലെ ആ ഈജിപ്ഷ്യൻ ദേശത്ത് ഫറവോൻ്റെ രാജ്യത്ത് നിറഞ്ഞു. ആ ഫറവോന് മനസ്സിലായി, ഇവരെ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റുകയില്ല. I mean, they were started multiplying. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് വിശുദ്ധ മേശയെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ അതിനകത്ത് കിടപ്പുണ്ട്. വിശുദ്ധ മേശയെക്കുറിച്ചുള്ള വീഡിയോ ആണ് മോർ ദാൻ 1 hour 20 minutes ഒരു വീഡിയോ. വിശുദ്ധ മേശ സഭകളിൽ വെളിപ്പെടേണ്ട ആ സത്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറഞ്ഞു. വിശുദ്ധ മേശയെക്കുറിച്ച് ഈ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ഏറ്റവും മഹത്തരമായ 2 കാര്യങ്ങളാണ്. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തു, the biggest revelation of our Father God in heaven. 2, അവൻ്റെ വിശുദ്ധ മേശ. ആ മേശയെക്കുറിച്ച് ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആമേൻ. അവരെ അവസാനം എന്ത് സംഭവിച്ചു? ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ തിയറി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഈ മേശ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും നിങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഇറ്റ്സ് എ തിയറി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഇറ്റ്സ് എ തിയറി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ.
ആ മൾട്ടിപ്ലിക്കേഷൻ അവർ നടന്നപ്പോൾ ഫറവോൻ എന്ന് പറഞ്ഞ അന്നത്തെ ഏറ്റവും പ്രബലമായ ഈജിപ്ഷ്യൻ ഈജിപ്തിന് അവരെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വണ്ണം ഫറവോനും അവൻ്റെ മന്ത്രിമാരും ഭയപ്പെട്ടു പോയി. ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ അഗെയിൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ദാറ്റ് മീൻസ് ദേ ആർ ഗോയിങ് ടു their Lord, their Father God in heaven is going to restore Israel. അന്ന് കാലത്ത് മൾട്ടിപ്ലൈ ചെയ്തപോലെ they will be multiplied and the entire world will stand as still. അവർക്കിത് കാണുകയും അവർക്ക് അസൂയപ്പെടുകയും അവർക്കെതിരെ അവരെ നശിപ്പിക്കാൻ കോപ്പുകൂട്ടുകയും ചെയ്യുവാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഹേ നിന്നക്കാരെ നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചുപോവിൻ, ഞാനിതാ നിങ്ങൾക്കായി ചിലത് പ്രവർത്തിക്കുന്നു. നിങ്ങളോട് വിവരിച്ചാലും വിശ്വസിക്കാത്തത് തന്നെ. വിശ്വസിക്കാൻ പറ്റുകയില്ല ഇസ്രായേലിൻ്റെ വളർച്ച. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഐ ഡോണ്ട് നോ ഇത് എത്ര കൊല്ലം എടുക്കും എന്നുള്ളത്. അത് ഈ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടേ കർത്താവ് വരികയുള്ളൂ. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. ഈ ദൈവത്തിൻ്റെ വചനം എനിക്ക് വെളിപ്പെടുത്തി തന്ന ആ പരിജ്ഞാനത്തിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുക. എൻ്റെ കർത്താവ് ഈ ഇസ്രായേൽ ജാതിയെ റെസ്റ്റോർ ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ അവൻ്റെ കൺമണിയാക്കി തീർത്ത് അവരെ സകലത്തിലും അനുഗ്രഹിച്ച്, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പറയുന്ന സകല അനുഗ്രഹങ്ങളും തൻ്റെ മക്കളായ അവർക്ക് വാഗ്ദത്തം ചെയ്ത ആ സകല അനുഗ്രഹങ്ങളും അവരുടെ മേൽ പകർന്ന് അവരുടെ ചുറ്റും നിൽക്കുന്ന ജാതികൾ ഇത് കണ്ട് അത്ഭുതം കൂടി കഴിഞ്ഞിട്ടേ എൻ്റെ കർത്താവ് വരുള്ളൂ. ഈ ഒരു അവസ്ഥയിലേക്ക് ഇവർ വരുമ്പോഴാണ് രാജ്യങ്ങൾക്ക് മുഴുവൻ ഇവരോട് അസൂയ, ഇവരോട് പക, ഇവരെ നശിപ്പിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് സാത്താൻ അവരെ ടെംപ്റ്റ് ചെയ്യുന്നതും. അതിനു മുമ്പ് ഈ പ്രവചനം നിവൃത്തിയായി കഴിഞ്ഞാൽ അതിന് എത്ര വർഷം എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. മേ ബി 10 years, മേ ബി 20 years. ഈ തലമുറയിൽ തന്നെ അത് സംഭവിക്കൂ, ഐ ഡോണ്ട് നോ. പക്ഷേ ദിസ് പ്രോഫസി ഹാസ് ടു ബി ഫുൾഫിൽഡ് ഫോർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് അവർ ലോർഡ്. മധ്യാകാശത്തിൽ എൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് ഈ പ്രവചനം നിവൃത്തീകരിക്കപ്പെട്ടേ മതിയാവുള്ളൂ. ഈ പ്രവചനം നിവൃത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് യു നോ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. എൻ്റെ കർത്താവ് വരും മധ്യാകാശത്തിൽ. വന്ന് ആ ലാസ്റ്റ് 3.5 yearsത്തിലെ ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹാകഷ്ടത്തിലാണ് ഈ സകല ലോകങ്ങളും ഇവരെ നശിപ്പിക്കാൻ വേണ്ടി മാഗോഗ്, റഷ്യയുടെ നേതൃത്വത്തിൽ ഇവരെ അറ്റാക്ക് ചെയ്യാൻ ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എ റെസ്റ്റോറേഷൻ ഫോർ ദ പീപ്പിൾ ഓഫ് ഗാഡ്. ദൈവജനത്തിനൊരു റെസ്റ്റോറേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഇസ്രായേലിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംഭവിച്ചത്. ഇസ്രായേലിനെ റെസ്റ്റോർ ചെയ്ത് സകല ജാതികളും, ഈ ലോകത്തിലെ സകല മനുഷ്യരും അത് കണ്ട് അവർ മനസ്സിലാക്കി കൺവിൻസ് ചെയ്ത് കഴിഞ്ഞിട്ടേ യഹോവയായ ദൈവം അവർക്ക് വേണ്ടി ഇത് ചെയ്തു എന്ന് സകല ജാതികളും മനസ്സിലാക്കി കഴിഞ്ഞിട്ടേ എൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ മധ്യാകാശത്തിലുള്ള വരവ് പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്ന് ഞാൻ ഡെഫിനറ്റായിട്ട് വിത്തൗട്ട് അമ്മയുടെ മുലപ്പാര് പോലെ ഞാനത് വിശ്വസിക്കും. ഐ ഡോണ്ട് ഹാവ് എനി ഡൗട്ടോ എനി ഡിഫറൻസ് ഇൻ ദാറ്റ്. ഇൻ്റർപ്രിട്ടേഷൻസ് ഒത്തിരിയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ. ഇനി നൗ വാട്ട് ദിസ് ഹാവ് ടു ഡു വിത്ത് യു ആൻഡ് മീ? ഇസ്രായേലിനെ റെസ്റ്റോർ ചെയ്യുന്നു, ഫൈൻ, ഗുഡ്, നല്ലത്. ദെൻ വാട്ട് ദാറ്റ് ഹാവ് ടു ഡു വിത്ത് യു ആൻഡ് മീ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പരിശുദ്ധാത്മാവിൽ ഇസ്രായേലിൻ്റെ റെസ്റ്റോറേഷനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു. വാട്ട് ഹാവ് ദാറ്റ് ടു ഡു വിത്ത് മീ? യെസ് ദാറ്റ് ഹാവ് ടു ഡു സംതിങ് ഗ്രേറ്റ് വിത്ത് യു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഇസ്രായേൽ റെസ്റ്റോറേഷൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, യുവർ റെസ്റ്റോറേഷൻ ഓൾസോ ഈസ് ഓവർ. യുവർ റെസ്റ്റോറേഷൻ ഓഫ് the body, soul and spirit, soul, spirit and body is over. ഞാനത് വിശ്വസിക്കുന്നു. I believe that. The restoration of your body, ഇതിനകത്തിൽ വലിയ എതിരഭിപ്രായങ്ങളും ഇൻ്റർപ്രിട്ടേഷൻസും ഒക്കെ ഉണ്ടാകാം ഇതിനകത്ത്. ഞാൻ നിങ്ങളോട് പറയുന്നു, your restoration is over at the cross. അതുകൊണ്ടാണ് എൻ്റെ കർത്താവ് പറഞ്ഞു, it is finished. എൻ്റെ മക്കളെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച, വീണ്ടും ജനിക്കപ്പെട്ട, ജലം, രക്തം, ആത്മാവ് സാക്ഷ്യം പറയുന്ന അവരെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. Their restoration is over. It is permanently over. നിങ്ങളൊന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ചോ നിങ്ങളുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ചോ നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇല്ല എന്ന് ഒന്നിനെ, ഇറ്റ്സ് റെസ്റ്റോർഡ് ഫോർ യു. ആ റെസ്റ്റോറേഷനെ കുറിച്ചാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. 4 റെസ്റ്റോറേഷൻ. ഫസ്റ്റ്, ഹെൽത്ത് ഈസ് റെസ്റ്റോർഡ്. അതാണ് ആ 40 വർഷക്കാലം ഇവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ആ മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ നോട്ട് ഈവൻ വൺ അമംഗ് ദം വാസ് ഫീബിൾ.
ഒരാളും രോഗിയില്ലായിരുന്നു. 40 ലക്ഷം ജനത്തിൻ്റെ ഇടയിൽ ദർ വാസ് നോട്ട് ഈവൻ എ സിംഗിൾ മാൻ. അവരുടെ ഒരു ഗോത്രത്തിലും ഒരാളും ഒരു രോഗിയില്ലായിരുന്നു. നോട്ട് ഈവൻ വൺ വാസ് ഫീബിൾ. അത് ദൈവജനം, they were protected. സ്വർഗീയ മന്നയായിരുന്നു അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ആ സ്വർഗീയ മന്നയാണ് ഞാൻ ആ ഡിസേൺമെൻറ്റ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ആ സ്വർഗീയ മന്നയാണ് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും. ആ സ്വർഗീയ മന്ന നിനക്ക് തരുമ്പോൾ യുവർ ബോഡി ഈസ് റിസ്റ്റോർഡ്, യുവർ ഹെൽത്ത് ഈസ് റിസ്റ്റോർഡ്. എങ്ങനെ? ബൈ ഹിസ് സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ഹി ടുക്ക് അവർ ഇൻഫർമിറ്റീസ് ആൻഡ് ഹി ബോർ യുവർ സിക്നസ്. വിശ്വസിക്കുക ദൈവത്തിൻ്റെ ജനമേ. He took your infirmities and he bore your sickness and you are healed by his stripes. അവൻ്റെ അടിപ്പിണറുകളാൽ നീ ഫസ്റ്റ് റെസ്റ്റോറേഷൻ നിന്റെ ശരീരത്തെയാണ്. നിന്റെ ശരീരത്തിൻ്റെ അതാണ് കർത്താവിൻ്റെ സുവിശേഷം മുഴുവൻ. അതാ പോകാം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കുക, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക. ദുഷ്ടൻ അറുപ്പാനും മുടിപ്പാനും, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും കൊല്ലാനും വരുന്നു. ഞാൻ സമൃദ്ധമായ ജീവൻ. അവൻ വന്നത് ദുഷ്ടൻ നിന്നെ അറുത്തു മുടിച്ചു, നിന്റെ സമ്പത്ത് കളഞ്ഞു, നിന്റെ ആരോഗ്യം കളഞ്ഞു, നിന്നെ രോഗിയാക്കി, നിന്നെ ഒന്നിനും കൊള്ളാം, നിന്റെ മനസ്സിൻ്റെ സമാധാനം കളഞ്ഞു, ഡിപ്രഷൻ അടിപ്പിച്ചു. അത് റെസ്റ്റോർ ചെയ്ത് തന്നു കർത്താവ് ആ ക്രോസിൽ. ബിലീവ്. ഫസ്റ്റ് റെസ്റ്റോറേഷൻ വാസ് യുവർ ബോഡി. ഈ ഇസ്രായേലിനെ റെസ്റ്റോർ ചെയ്യുന്ന പോലെ നിന്നെ റെസ്റ്റോർ ചെയ്യും. ഇറ്റ് ഈസ് കംപ്ലീറ്റഡ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നിവർത്തിയായി, സകലതും നിവർത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് അറ്റ് ദ ക്രോസ്. ഇറ്റ്സ് എ ഫിനിഷ്ഡ് വർക്ക് അറ്റ് ദ ക്രോസ്. ഇനി ഒന്നും പൂർത്തീകരിക്കാനില്ല പ്രിയപ്പെട്ടവരെ. യു ആർ റിഡീംഡ് ബൈ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ആദ്യം നിന്റെ ആരോഗ്യത്തെയാണ് നിനക്ക് റെസ്റ്റോർ ചെയ്യുന്നത്. രണ്ടാമത് നിന്നെ മഹാസമ്പന്നനാക്കി തീർത്തു. ഞാനത് വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 3, നിനക്ക് റിസ്റ്റോർ ചെയ്ത് നഷ്ടപ്പെട്ടത് മുഴുവൻ. ബലവാന്മാരോടുകൂടെ കൊള്ള പങ്കിടുക എന്ന് പറഞ്ഞാൽ നിനക്ക് നിന്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നിന്ന് അത് മുഴുവൻ റിസ്റ്റോർ ചെയ്തു അറ്റ് ദ ക്രോസ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇറ്റ് വിൽ ബി റിസ്റ്റോർഡ് ടു യു. ദൈവം അരുളി ചെയ്തിരിക്കുന്നത്. യെശയ്യാവ് 53 കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. 4 എന്തൊരു അനുഗ്രഹമാണ്. നിന്നെ ബലവാനും ഭൂമിയിലെ മഹാനുമാക്കി തീർത്തിട്ട് എന്ത് സംഭവിക്കും? കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ നിന്നെ കൂട്ടാവകാശിയായി സ്വർഗത്തിൻ്റെ പിതാവിൻ്റെ ഓഹരി നിനക്ക് തന്നിരിക്കുക. ഞാനിപ്പോൾ എന്താ നിങ്ങളോട് പറഞ്ഞേ? ഈ എഹെസ്കേൽ 36 ഞാൻ അരുളി ചെയ്തു, ഞാൻ നിവർത്തിക്കും. എന്നാ ആവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ പറഞ്ഞിരുന്ന സകല അനുഗ്രഹങ്ങളും ഈ ദേശത്തിൻ്റെ മേൽ, ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ നിവർത്തിക്കാൻ പോവുക ദൈവം. ആമീൻ. അത് നിൻ്റെ മേൽ ഓൾറെഡി നിവർത്തിച്ചിരിക്കുന്നു. ക്യാൻ യു ബിലീവ് ദിസ്? പ്രിയപ്പെട്ടവരെ, ഞാൻ കൺക്ലൂഡ് ചെയ്യുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇസ്രായേലിനെ റിസ്റ്റോർ ചെയ്ത് സകല ജനവും ലോകമെമ്പാടും ഈ ഇസ്രായേൽ ജനത്തിൻ്റെ പുരോഗതി കണ്ട് ഇസ്രായേൽ രാജ്യത്തിൻ്റെ അനുഗ്രഹം ദൈവമായ യഹോവ അവരുടെ ബിലയാം പ്രവഹിച്ച പോലെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. യഹോവയായ ദൈവം രാജകോലാഹലം അവരുടെ മധ്യയുണ്ട്. കാരണം യഹോവയായ ദൈവം അവരുടെ മധ്യേ ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ അവകാശം നിനക്കും എനിക്കും കാൽവറി ക്രൂശിൽ അറ്റ് ദ ക്രോസ് ബൈ യുവർ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. 3 പേര് നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ, ജലം, രക്തം, ആത്മാവ് നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ, ആ കാൽവറി കുരിശിൽ നിനക്ക് ആ അവകാശം നിനക്ക് പകർന്നു വന്നു. ഈസ് ഇറ്റ് നോട്ട് വണ്ടർഫുൾ? ഞാൻ അവസാനിപ്പിക്കുക പ്രിയപ്പെട്ടവരെ. റെസ്റ്റോറേഷൻ ഓഫ് ഈ പ്രവചനത്തിൻ്റെ നിവൃത്തി റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ ആണെങ്കിൽ ഞാൻ നിന്നോട് പറയുകയാണ്, ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തി ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻ. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കുക. ഈ റെസ്റ്റോറേഷൻ ഇൻ യുവർ ലൈഫ് ഹാസ് ബീൻ ഫിനിഷ്ഡ്. It's a finished work at the cross. It is accomplished. സകലതും നിവൃത്തിയായി പിതാവേ. ഞാൻ ശുഭുവിനെ, ഗീതെ, എന്നെ കേൾക്കുന്ന എല്ലാവരെയും കാൽവരിയിൽ ഞാൻ രക്ഷിച്ചിരിക്കുന്നു. ഒരു കാര്യം മാത്രം അവർ ചെയ്യണം, അവർ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് 2 മാസമായിട്ട് ഇതിങ്ങനെ ആഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഇറ്റ് ഈസ് ബിക്കമിങ് ന്യൂ ആൻഡ് ഇത് കഴുകനെ പോലെ പുതിയ വന്നുകൊണ്ടിരിക്കുക ഈ വചനം. എവറി ടൈം വെൻ ഐ റീഡ് 2 മാസം എടുത്തു എനിക്കിത് പ്രസംഗിപ്പാൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലിനെ റെസ്റ്റോർ ചെയ്ത പോലെ നിങ്ങളെ ഓൾറെഡി റെസ്റ്റോറേഷൻ അറ്റ് ദ ക്രോസ് ഈസ് ഓവർ. അത് സകലതും, നിൻ്റെ ആരോഗ്യം, നിൻ്റെ സമ്പത്ത്, നിൻ്റെ ഈ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത്, 4 സ്വർഗത്തിൻ്റെ സകല അവകാശവും. അതെന്താ സ്വർഗത്തിൻ്റെ സകല? ഞാനത് പ്രസംഗിച്ചിട്ടുണ്ട്, എൻ്റെ ആ വീഡിയോകളിലുണ്ട്. എന്താണ്? മക്കളെങ്കിലോ അവകാശികളാണ്. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തയേശുവിൽ കൂട്ടാവകാശികളും.
സോ ആ കൂട്ടാവകാശം തന്ന് നിന്നെ റിസ്റ്റോർ ചെയ്തിരിക്കുക. എൻജോയ് ഇറ്റ് മാൻ, എൻജോയ് ഇറ്റ്, ദ ഗ്ലോറി ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ. ആ കൂട്ടാവകാശം കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടി സ്വർഗത്തിലെ പിതാവായ ദൈവത്തിൻ്റെ കൂട്ടാവകാശം ഈസ് റിസ്റ്റോർഡ് യു അറ്റ് ദ ക്രോസ്. എൻജോയ് ഇറ്റ്. ഈ വചനം നിങ്ങൾ ഇനി ഇത് കേട്ടിട്ടില്ല എന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഒരാൾക്കും പറയാൻ പറ്റത്തില്ല. നോട്ട് ഈവൻ എ സിംഗിൾ പേഴ്സൺ among you. എന്നെ കേൾക്കുന്നവർ എത്ര പേരാണെന്ന് എനിക്കറിയത്തില്ല, ഇതുണ്ടോ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, കർത്താവിൻ്റെ മുമ്പിൽ ന്യായവിധിയിൽ ന്യായവിധിയില്ല. അതറിയാമോ? എന്തോ ഒരു മിസ്ഇൻ്റർപ്രിട്ടേഷനാണ് ഈ ദൈവവചനത്തിൽ കൂടെ നടക്കുന്നതെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവന് ന്യായവിധിയില്ല. നീ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടവനല്ല. യു ആർ ഓൾറെഡി റിഡീംഡ് ആൻഡ് റിസ്റ്റോർഡ്. കർത്താവായ യേശു വിശ്വസിക്കാത്തവനോ ന്യായവിധി വന്നു കഴിഞ്ഞു. അതവിടെ നിൽക്കട്ടെ. അത് പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പ്രസംഗിക്കാതെ. ഞാൻ പറഞ്ഞത്, ഈ വചനം നിങ്ങൾക്ക് ഇനിയും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾ ഈ അനുഗ്രഹങ്ങളൊന്നും അനുഭവിച്ചില്ലെങ്കിൽ ഈ വചനമോ കർത്താവോ സർവശക്തനായ ദൈവമോ അല്ല ഉത്തരവാദി. ഇറ്റ്സ് മീ ആൻഡ് യു. കാരണം എന്നാ? വിശ്വസിച്ചില്ല. അതുകൊണ്ട് മാർത്തയോട് പറഞ്ഞ പോലെ, മാർത്ത പറഞ്ഞു, ഒടുക്കത്തെ നാൾ. മാർത്ത, അതല്ല ഞാൻ ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനൻ്റെ സ്ഥലം അല്ല മോളെ. ആ പുനരുത്ഥാനത്തെക്കുറിച്ച് അല്ലടി ഞാൻ പറയുന്നത് ഇതാ. എന്താണ്? ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. അവൻ മരണത്തെ ജയിച്ചിരിക്കുന്നു. അവൻ മരണത്തെ ജയിച്ചവനാ. ഇത് നീ വിശ്വസിക്കുക. അന്നേരം പറഞ്ഞു, അവസാനം പറഞ്ഞു, മോളെ നീ പറയുന്നത് ഞാൻ തന്നെ പുനരുത്ഥാനം. ഐ ആം ദ റിസറക്ഷൻ. നീ പുനരുത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് വിശ്വസിക്കുന്നവൻ മാറ്റപ്പെട്ടതാണ്. അത് എൻജോയ് ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒന്നിനും കുറവില്ലാത്തവരായി. ലെറ്റ് ഗോഡ് ബ്ലെസ് യു. വീണ്ടും കാണാം. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ വിൽ സീ അഗെയിൻ. ഞാനിപ്പോൾ വിചാരിക്കുന്നത്, 2 മാസം എടുത്ത് ഇത് ഞാനിപ്പോൾ വിചാരിക്കുന്ന എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ വൈ നോട്ട് ഐ ടോക്ക് ടു യു ദെൻ ആൻഡ് ദെയർ. പക്ഷേ അതെനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് രാവിലെ എണ്ണീക്കുമ്പോഴാണ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണ് ഈ ദൈവവചനത്തിൻ്റെ അരുളപ്പാടുകൾ, കർത്താവ് സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ കർത്താവ് എനിക്ക് തരുന്നത്. ഐ ഫീൽ സോ ദാറ്റ് എവറി ഡേ ഇറ്റ് വിൽ കം ടു. ഐ ഡോണ്ട് നോ. ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തീകരിക്കപ്പെടട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.